ഇറാൻ യുദ്ധം എങ്ങുമെത്താതെ നിൽക്കെ അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. അപ്രതീക്ഷിതമായാണ് രാജിയെത്തിയത്. വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഫെലാന്റെ രാജിക്കുള്ള കാരണം വ്യക്തമാക്കാൻ നാവികസേന ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെ നേതൃത്വത്തിൽ സൈന്യത്തിന്റെ തലപ്പത്ത് നടന്നു വരുന്ന വലിയ അഴിച്ചുപണിയുടെ ഭാഗമാണ് ഈ രാജി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ സൈന്യത്തിലെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ ഹെഗ്സ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് റാൻഡിൻ ജോർജും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇത്തരത്തിൽ പുറത്തുപോയവരിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും 2025 മാർച്ചിലാണ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ഫെലാൻ നാവികസേന സെക്രട്ടറിയായി ചുമതലയേറ്റത്. പകരം ചുമതലയേൽക്കുന്ന ഹങ്കാങ് കാവോ 25 വർഷത്തെ സേവന പരിചയമുള്ള നാവികസേന ഉദ്യോഗസ്ഥനാണ്. 2024 നടന്ന US സെനറ്റ് തിരഞ്ഞെടുപ്പിൽ വെർജീനിയയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ കാവോ മത്സരിച്ചിരുന്നു എങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സൈനിക പശ്ചാത്തലമുള്ള ഒരാൾ നാവികസേനയുടെ തലപ്പത്തേക്ക് വരുന്നത് നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ അതിനിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ശക്തമായി തുടരുന്നതിനിടയിലാണ് ഈ നേതൃമാറ്റം എന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം ഫലപ്രദമാണ് എന്ന് ഇറാൻ നിലവിൽ ദുർബലമായ അവസ്ഥയിലാണ് എന്നാണ് വൈറ്റ് ഹൌസിന്റെ അവകാശവാദം. എന്നാൽ അമേരിക്കയും ഇസ്രയേലും വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് എന്നും അതിനാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. കടലിടുക്കിൽ ഇറാൻ 2 കപ്പലുകൾ പിടിച്ചെടുത്തത് മേഖലയിലെ സംഘർഷം അതിരൂക്ഷമാക്കിയിട്ടുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന പാത എന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്കിലെ ഓരോ നീക്കവും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് പെന്റഗണിലുണ്ടാകുന്ന ഉന്നതതല മാറ്റങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ ഭാവി സൈനിക നീക്കങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃമാറ്റങ്ങളും ഇറാനെതിരെയുള്ള നീക്കങ്ങളെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സ് സൈന്യത്തെ തന്റെ താല്പര്യത്തിനനുസരിച്ച് ഉടച്ചു വാർക്കുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നിരുന്നു. ജോൺ ഫെലാന്റെ സേവനത്തിന് നന്ദി അറിയിക്കുന്നതായി അദ്ദേഹത്തിന്റെ ഭാവി കാര്യങ്ങൾ ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുക എന്നായാണ് പെന്റഗൺ വക്താവ് വ്യക്തമാക്കിയത്. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതും ഉപരോധം തുടരുന്നതും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്തുള്ള തിരിച്ചടിയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾക്കുള്ള ശ്രമം നടക്കുന്നുണ്ട് എങ്കിലും സൈനിക തലപ്പത്തെ ഈ അനിശ്ചിതത്വം തീരുമാനങ്ങളെ ബാധിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഹോർമൂസ് കടലിലൂടെയുള്ള എണ്ണക്കടത്തും കപ്പലുകളുടെ സുരക്ഷയും പുതിയ നാവികസേനാ മേധാവിക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ പല ഉന്നതരും രാജിവെച്ചൊഴിയുന്ന ഈ സാഹചര്യം ഭരണസ്ഥിരതയെ ബാധിക്കുന്നുണ്ട് എന്ന വാദവും ശക്തമാണ്. സൈനിക ഉദ്യോഗസ്ഥർക്കിടയിലെ ഹെഗ്സത്തിനോടുള്ള അതൃപ്തിയാണ് പലരെയും പുറത്താക്കുന്നതിലേക്കോ രാജിവെപ്പിക്കുന്നതിലേക്കോ ഒക്കെ നയിക്കുന്നു എന്നതാണ് പൊതുവായുള്ള റിപ്പോർട്ട്. നാവികസേനയിലെ ഈ മാറ്റം ഇറാനെതിരെയുള്ള ഉപരോധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. അതിനിടെ ആഗോള എണ്ണ വിപണിയിൽ നിലവിലെ സാഹചര്യം വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള അക്രമങ്ങളും പിടിച്ചെടുക്കലുകളും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയാണ്. ഹങ്കാവോയുടെ നേതൃത്വത്തിൽ നാവികസേന ഹോർമൂസ് കടലിടുക്കിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ വരും ദിവസങ്ങളിലെ സമാധാനം. ഇറാന്റെ പുതിയ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ് സൂചന. എന്തായാലും സാമ്പത്തിക ഉപരോധത്തിനൊപ്പം സൈനികമായ കരുത്തും പ്രകടനത്തിനും ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് വൈറ്റ് ഹൌസിൽ നിന്നുമുള്ള വിവരം.